ഹായ് ഓൾ, എല്ലാവർക്കും ഹൈ ഹോപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഫ് അറേഞ്ച്മെന്റ് ആൻഡ് മോഡിഫിക്കേഷൻസ് ഓഫ് ലീവ്സ് എന്ന ടോപ്പിക്കാണ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഫില്ലോടാക്സി എന്ന് നോക്കാം. ഫില്ലോടാക്സി എന്ന വാക്ക് വന്നിരിക്കുന്നത് ഫില്ലോ ആൻഡ് ടാക്സിസ് എന്ന് പറഞ്ഞ രണ്ട് വാക്കുകൾ കൂടി ചേർന്നിട്ടാണ്. ഫില്ലോ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? ലീഫാണ്. ടാക്സിസ് എന്ന് പറഞ്ഞാൽ അറേഞ്ച്മെന്റ് എന്നാണ് മീനിങ്. സോ ഫില്ലോടാക്സി എന്ന വേർഡിന്റെ മീനിങ് എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സ് ഓൺ ദി സ്റ്റെം ആണ്. ഒരു സ്റ്റെമ്മില് എങ്ങനെയാണ് ഇലകൾ ക്രമീകരിച്ചിരിക്കുന്നത്, ആ ഒരു പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ ഫില്ലോടാക്സി എന്ന് വിളിക്കുന്നത്. ഫില്ലോടാക്സി പ്രധാനമായിട്ടും 3 തരത്തിലാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ടൈപ്പ് ഫില്ലോടാക്സി ആണ്. ഓൾട്ടർനേറ്റ് ടൈപ്പ് ഫില്ലോടാക്സി എന്ന് പറഞ്ഞാൽ a single leaf arises at each node in an alternate manner. എന്താ പറഞ്ഞേ? ഓരോ നോഡിൽ നിന്നും ഓരോ ലീവ്സ് ആണ് അറേസ് ചെയ്യുന്നത്. ഒരു നോഡിൽ നിന്നും ഒരു ലീഫ് ഉണ്ടാകുന്നു. അത് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ ഓൾട്ടർനേറ്റ് ടൈപ്പ് ഫില്ലോടാക്സി എന്ന് വിളിക്കും. എക്സാമ്പിള്, നമുക്കിപ്പോൾ പിക്ചറിൽ ചെമ്പരത്തിയുടെ സ്റ്റെമ്മ് കാണാം. നമ്മൾ നോക്കുവാണെങ്കിൽ ചെമ്പരത്തിയുടെ സ്റ്റെമ്മിൽ ഓരോ നോഡിൽ നിന്നും ഓരോ ഇലയാണ് ഉണ്ടാവുന്നത്. ഈ കാണുന്ന നോഡിൽ നിന്നും ഒരു ഇല ഉണ്ടായി, അടുത്ത നോഡിൽ നിന്നും ഒരു ഇല ഉണ്ടായി, വീണ്ടും അടുത്ത നോഡിൽ നിന്നും ഒരു ഇല ഉണ്ടായി. ഓരോ നോഡിൽ നിന്നും ഓരോ ഇല ഓൾട്ടർനേറ്റ് ആയിട്ട് ഉണ്ടാകുന്നു അല്ലേ? അത്തരം ഫില്ലോടാക്സിയാണ് ഓൾട്ടർനേറ്റ് ടൈപ്പ് ഫില്ലോടാക്സി. എക്സാമ്പിളാണ് സൺഫ്ലവർ, ഹിബിസ്കസ് ഒക്കെ. സെക്കൻഡ് ടൈപ്പ് ഫില്ലോടാക്സിയാണ് ഓപ്പോസിറ്റ്. In opposite phyllotaxy, a pair of leaves arise at each node opposite to each other. എന്താണ്? ഓരോ നോഡിൽ നിന്നും ഒരു പെയർ ലീവ്സ് ആണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഒരു നോഡിൽ നിന്നും 2 ഇലകൾ ഒരു ജോഡിയായിട്ടുണ്ടാകുന്നു. ഈ ഇലകൾ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ചിത്രത്തിൽ പേരയില കാണാം. ഒരു സിംഗിൾ നോഡിൽ നിന്നും 2 ലീവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഉണ്ടാകുന്നു അല്ലേ? വീണ്ടും അടുത്ത നോഡിൽ നിന്നും 2 ലീവ്സ്, ഒരു പെയർ ലീവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത്തരം ഫില്ലോടാക്സിയാണ് ഓപ്പോസിറ്റ് ടൈപ്പ് ഫില്ലോടാക്സി. എക്സാമ്പിളാണ് ഗോവ. തേർഡ് ഫില്ലോടാക്സിയാണ് വേൾഡ്. ഇൻ വേൾഡ് ഫില്ലോടാക്സി, മോർ ദാൻ 2 ലീവ്സ് അറേസ് അറ്റ് എ നോഡ്. എന്താ പറഞ്ഞേ? ഒരു സിംഗിൾ നോഡിൽ നിന്നും 2ൽ കൂടുതൽ ലീവ്സ് ഉണ്ടാകുന്നതാണ് വേൾഡ് ഫില്ലോടാക്സി. അപ്പോൾ ഒരു നോഡിൽ നിന്നും 2ൽ കൂടുതൽ ഇലകൾ ഉണ്ടാകുമ്പോൾ നമുക്കതൊരു വേൾഡ് പോലെ കാണാം അല്ലേ? അതുകൊണ്ടാണ് ഈ ഒരു ഫില്ലോടാക്സി വേൾഡ് എന്ന് അറിയപ്പെടുന്നത്. വേൾഡ് ഫില്ലോടാക്സിക്ക് എക്സാമ്പിളാണ് അൽസ്റ്റോണിയ. അൽസ്റ്റോണിയ നമ്മുടെ ഏഴിലും പാലയാണ്. ചിത്രത്തിൽ നമുക്ക് അൽസ്റ്റോണിയ അല്ലെങ്കിൽ ഏഴിലും പാല കാണാം. ഇവിടെ നോക്കിക്കേ, ഏഴിലും പാലയ്ക്ക് ഒരു സിംഗിൾ നോഡിൽ നിന്നും 7 ലീവ്സ് ആണ് ഉള്ളത്. അതുകൊണ്ടാണ് അത് ഏഴിലും പാല എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് വേൾഡ് ഫില്ലോടാക്സി? ഒരു സിംഗിൾ നോഡിൽ നിന്നും 2ൽ കൂടുതൽ ലീവ്സ് അറേസ് ചെയ്യുമ്പോൾ അതൊരു വേൾഡ് പോലെ ഇരിക്കും. അത്തരം ഫില്ലോടാക്സിയാണ് വേൾഡ് ഫില്ലോടാക്സി. ചിത്രത്തിൽ നമുക്ക് ഓൾട്ടർനേറ്റ്, ഓപ്പോസിറ്റ് ആൻഡ് വേൾഡ് ഫില്ലോടാക്സി ഒരുമിച്ച് കാണാം. എന്താണ് ഓൾട്ടർനേറ്റ്? ഒരു സിംഗിൾ നോഡിൽ നിന്നും ഒരു സിംഗിൾ ലീഫ് അറേസ് ചെയ്യുന്നു ഓൾട്ടർനേറ്റ് ആയിട്ട്. അതായത് ഫസ്റ്റ് നോഡിൽ നിന്നും ഒരു ഇല റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ സെക്കൻഡ് നോഡിൽ നിന്നും ഇല എന്താണ്? ലെഫ്റ്റ് സൈഡിലേക്കാണ്. വീണ്ടും തേർഡ് നോഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക്, വീണ്ടും ഫോർത്ത് നോഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക്. ഇങ്ങനെ ഒരു സിംഗിൾ നോഡിൽ നിന്നും സിംഗിൾ ലീഫ് ഓൾട്ടർനേറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നതാണ് ഓൾട്ടർനേറ്റ് ഫില്ലോടാക്സി. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പം ഒരു സിംഗിൾ നോഡിൽ നിന്നും ഒരു പെയർ ലീവ്സ് ആണ് ഉണ്ടാവുന്നത്. അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇനി എന്താണ് വേൾഡ്? ഒരു സിംഗിൾ നോഡിൽ നിന്നും മോർ ദാൻ 2 ലീവ്സ് അറേസ് ചെയ്യുന്നു. ചിത്രത്തിൽ നമുക്ക് ഒരു സിംഗിൾ നോഡിൽ നിന്നും 4 ലീവ്സ് അറേസ് ചെയ്യുന്നതായിട്ട് കാണാം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഫ് മോഡിഫിക്കേഷൻസ് ആണ്. ഫസ്റ്റ് നമ്മൾ കാണുന്ന മോഡിഫിക്കേഷൻസ് ആണ് ടെൻഡ്രിൽസ്. എന്താണ് ടെൻഡ്രിൽസ്? മലയാളത്തിൽ പ്രധാനങ്ങൾ എന്ന് പറയും. ടെൻഡ്രിൽസ് എന്ന് പറയുന്നത് ലീവ്സിന്റെ മോഡിഫിക്കേഷൻസ് ആണ്. ലീവ്സ് മോഡിഫൈ ചെയ്തിട്ട് സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയി മാറിയിരിക്കുന്നതാണ് ടെൻഡ്രിൽസ്. ഇൻ സം പ്ലാന്റ്സ്, ലീവ്സ് ഓർ പാർട്സ് ഓഫ് ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു ടെൻഡ്രിൽസ് ഫോർ ക്ലൈംബിംഗ് ആൻഡ് സപ്പോർട്ട്. ചില ചെടികളിൽ അല്ലെങ്കിൽ സസ്യങ്ങളിൽ ഇലകൾ രൂപാന്തരം പ്രാപിച്ചിട്ട് സ്പ്രിംഗ് ലൈക്ക് കോയിൽഡ് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും.
അത്തരം സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ടെൻഡ്രിൽസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ടെൻഡ്രിൽസ് ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യും, അവർക്കൊരു സപ്പോർട്ട് കിട്ടുകയും അതുപോലെ അവർ മറ്റു പ്ലാന്റ്സിൽ ക്ലൈംബ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അതിന് ഉദാഹരണമാണ് നമ്മുടെ പീ പ്ലാന്റ്. നെക്സ്റ്റ് മോഡിഫിക്കേഷൻസ് ആണ് സ്പൈൻസ്. ഓക്കെ, സ്പൈൻസ് കൂടുതലായിട്ടും നമ്മൾ കാണുന്നത് സീറോഫൈറ്റിക് പ്ലാന്റ്സിലാണ്. ഇൻ സീറോഫൈറ്റിക് പ്ലാന്റ്സ് ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു സ്പൈൻസ് ടു റിഡ്യൂസ് വാട്ടർ ലോസ് ആൻഡ് പ്രൊട്ടക്ട് ഫ്രം ഹെർബിവോർസ്. എന്താ പറഞ്ഞേ? സീറോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ്സിൽ ഇലകൾ മോഡിഫൈ ചെയ്തിട്ട് സ്പൈൻസ് അല്ലെങ്കിൽ മുള്ളുകൾ പോലെയുള്ള സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് ഉള്ളത്? സീറോഫൈറ്റിക് പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ ഇലയുടെ സൈസ് കുറഞ്ഞിട്ട് സ്പൈൻസ് ആയിട്ട് മാറുമ്പോൾ വാട്ടർ ലോസ് കുറയുകയും അതുപോലെ സ്പൈൻസ് ഉള്ളത് കൊണ്ട് അവർക്ക് ഹെർബിവോർസിൽ നിന്ന് പ്രൊട്ടക്ഷൻ ലഭിക്കുകയും ചെയ്യുന്നു. എക്സാമ്പിളാണ് കാക്ടസ് ഓർ കള്ളിമുൾച്ചെടി. നെക്സ്റ്റ് മോഡിഫിക്കേഷൻ ആണ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. ഇലകൾ എന്ത് ചെയ്യുന്നു? ഇലകൾ മോഡിഫൈ ചെയ്തിട്ട് ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. അതിന് എക്സാമ്പിളാണ് ഒണിയനും ഗാർലിക്കും ഒക്കെ. സം ലീവ്സ് ആർ തിക്ക് ആൻഡ് ഫ്ലഷി ആൻഡ് ആർ മോഡിഫൈഡ് ടു സ്റ്റോർ വാട്ടർ ആൻഡ് ഫുഡ്. ഇപ്പോൾ ഒണിയനിൽ നമ്മൾ കഴിക്കുന്നത്, ഒണിയൻ എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ ലീഫാണ്. ലീഫ് എന്ത് ചെയ്തിരിക്കുന്നു? ലീഫ് തിക്ക് ആൻഡ് ഫ്ലഷി ആയിട്ട് അവർ മോഡിഫൈ ചെയ്തിട്ട് വാട്ടറും അതുപോലെ ഫുഡ് മെറ്റീരിയൽസും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് അക്കേഷ്യയാണ്. ഈ അക്കേഷ്യയുടെ ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത് ആക്ച്വലി അതിൻ്റെ പീറ്റിയോളാണ്. പീറ്റിയോൾ അല്ലെങ്കിൽ നമ്മൾ അതിന് മലയാളത്തിൽ ഇലയുടെ ഞെട്ടില്ലേ, ഇല ഞെട്ടിനെയാണ് നമ്മൾ പീറ്റിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ കാണുന്ന പോർഷനാണ് അതിൻ്റെ ആക്ച്വൽ ലീഫ്. അതായത് അക്കേഷ്യയിൽ അവരുടെ ലീഫ് അല്ലെങ്കിൽ ലാമിന എന്ന് പറയുന്നത്, ലാമിനയാണ് ലീഫിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം അല്ലേ, പരന്ന ഭാഗം. ആ ഒരു ലാമിന ഷോർട്ട് ലീവ്ഡ് ആണ്, വളരെ റെഡ്യൂസ്ഡ് ആണ്. പകരം അവരുടെ പീറ്റിയോൾ എന്ത് ചെയ്തിരിക്കുന്നു? പീറ്റിയോൾ എക്സ്പാൻഡ് ചെയ്തിട്ട് ലീഫിലേക്കായി മാറുകയും ഈ പീറ്റിയോളാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഓക്കെ, ഇൻ ഓസ്ട്രേലിയൻ അക്കേഷ്യ ദ ലീവ്സ് ആർ സ്മോൾ ആൻഡ് ഷോർട്ട് ലിവ്ഡ്. ഇവിടെ ലീവ്സ് എന്താണ്? സ്മോൾ ആൻഡ് ഷോർട്ട് ലിവ്ഡ് ആണ്. അവിടെ ഉദ്ദേശിക്കുന്നത് ലീഫിന്റെ ലാമിന വളരെ ഷോർട്ട് ലിവ്ഡ് ആണ്. പകരം എന്ത് ചെയ്യുന്നു? ഹെൻസ് ഇൻ ദീസ് പ്ലാന്റ്സ് ദ പീറ്റിയോൾസ് ആർ മോഡിഫൈഡ്. ഇലയുടെ പീറ്റിയോൾ മോഡിഫൈ ചെയ്യുകയും ദേ എക്സ്പാൻഡ് ആൻഡ് ബിക്കം ഗ്രീൻ ആൻഡ് പെർഫോം ഫോട്ടോസിന്തസിസ്. പീറ്റിയോൾ എക്സ്പാൻഡ് ചെയ്തിട്ട് അതാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ദീസ് മോഡിഫൈഡ് പീറ്റിയോൾസ് capable of performing photosynthesis and synthesizing food are called phyllodes. ഓക്കെ, അപ്പോൾ ഈ ഓസ്ട്രേലിയൻ അക്കേഷ്യയിൽ അവരുടെ ലീഫ് എന്ന് പറയുന്നത് ഷോർട്ട് ലീവ്ഡ് ആണ്, റെഡ്യൂസ്ഡ് ആണ്. പകരം പീറ്റിയോൾ ആണ് എക്സ്പാൻഡ് ചെയ്ത് ഫോട്ടോസിന്തസിസ് ചെയ്യുന്നത്. സോ ആ ഒരു മോഡിഫിക്കേഷനെ നമ്മൾ ഫില്ലോഡ്സ് എന്നാണ് വിളിക്കുന്നത്. ഫില്ലോഡ്സ്. ഇതാണ് ഫില്ലോഡിന്റെ പിക്ചർ എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഭാഗമാണെന്ത്? അവരുടെ ആക്ച്വൽ പീറ്റിയോൾ ആണ്. ആ പീറ്റിയോൾ ആണ് നമ്മൾ ഫില്ലോഡ് എന്ന് വിളിക്കുന്നത്. കാരണം പീറ്റിയോൾ മോഡിഫൈ ചെയ്തിട്ടാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത്. ഈ കാണുന്ന ഒരു പാർട്ടാണ് എന്താ? അവരുടെ ആക്ച്വൽ ലീഫ്. അത് വളരെ റെഡ്യൂസ്ഡ് ആണ്. നെക്സ്റ്റ് ആണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിൽ ലീവ്സ് ആർ മോഡിഫൈഡ് ടു ട്രാപ്പ് ആൻഡ് ഡൈജസ്റ്റ് ഇൻസെക്ട്സ്. ഇൻസെക്ടിവോറസ് പ്ലാന്റ്സിന്റെ ലീഫ് എന്ത് ചെയ്തിരിക്കുന്നു? മോഡിഫൈ ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ, എന്തിനെ? ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യാനും ഡൈജസ്റ്റ് ചെയ്യാനും പാകത്തിന് അവരുടെ ലീവ്സ് എന്ത് ചെയ്തിരിക്കുന്നു? മോഡിഫൈ ചെയ്തിരിക്കുന്നു. ദീസ് പ്ലാന്റ്സ് ടിപ്പിക്കലി ഗ്രോൺ ഇൻ നൈട്രജൻ ഡെഫിഷ്യന്റ് സോയിൽ. അപ്പോൾ ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുകയും ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഇൻസെക്ടിവോറസ് പ്ലാന്റ്സ്. അവരുടെ എന്താണ് അതിനെ മോഡിഫൈ ചെയ്തിരിക്കുന്നത്? ലീവ്സ് അല്ലെങ്കിൽ ഇലകളാണ് മോഡിഫൈ ചെയ്തിട്ട് ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യുന്നത്. ഇത്തരം പ്ലാന്റ്സ് കൂടുതലായിട്ട് കാണുന്നത് നൈട്രജൻ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സോയിലാണ്. ഓക്കെ, എക്സാമ്പിൾസ് ആണ് പിച്ചർ പ്ലാന്റും വീനസ് ഫ്ലൈ ട്രാപ്പും. ചിത്രത്തിൽ നമുക്ക് പിച്ചർ പ്ലാന്റ് കാണാം. പിച്ചർ പ്ലാന്റിന്റെ ഇലകൾ എന്ത് ചെയ്തു? മോഡിഫൈ ചെയ്തിട്ട് ഇൻസെക്റ്റിനെ ട്രാപ്പ് ചെയ്യാൻ പാകത്തിനായി മാറിയിരിക്കുന്നു.
നെക്സ്റ്റ് ആണ് റീപ്രൊഡക്റ്റീവ് ലീവ്സ്. ഓക്കെ, ബ്രയോഫിലം അല്ലെങ്കിൽ ഇലമുളച്ചി എന്നൊക്കെ പറയുന്ന പ്ലാന്റ്സിൽ അവരുടെ ഇലകളാണ് എന്താണ് റീപ്രൊഡക്ഷൻ ഉള്ളൊരു ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ സം പ്ലാന്റ്സ് ലീവ്സ് ഡെവലപ്പ് അഡ്വാൻറ്റേഷ്യസ് ബഡ്സ് ദാറ്റ് ക്യാൻ ഗ്രോ ഇൻ ടു ന്യൂ പ്ലാന്റ്സ്. അപ്പം എന്താണ് ഇവരുടെ ബ്രയോഫിലത്തിൽ അവരുടെ ഇലകളിൽ പുതിയ പുതിയ ബഡ്സ് ഫോം ചെയ്യുകയും ഈ ബഡ്സ് എന്ത് ചെയ്യുന്നു ന്യൂ പ്ലാന്റ്സ് ആയിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യുന്നു. ഇതൊരു ടൈപ്പ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ആണ്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് ബ്രയോഫിലം. അപ്പോൾ അവരുടെ ലീഫിൽ നമുക്ക് ചിത്രത്തിൽ കാണാം, ഈ ഒരു സിംഗിൾ ലീഫിൽ ഒരുപാട് അഡ്വാൻറ്റേഷ്യസ് ബഡ്സ് ഫോം ചെയ്യുകയും ആ ബഡ്സ് എല്ലാം പുതിയ പുതിയ പ്ലാന്റ് ആയിട്ട് ഗ്രോ ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ലീഫ് വീനേഷൻ ആണ്. എന്താണ് വീനേഷൻ? വീനേഷൻ റെഫേഴ്സ് ടു ദി അറേഞ്ച്മെന്റ് ഓഫ് വെയിൻസ് ഇൻ ദി ലീഫ് ബ്ലേഡ്. ലീഫിന്റെ പരന്ന ഭാഗത്തിനെയാണ് നമ്മൾ ലീഫ് ബ്ലേഡ് അല്ലെങ്കിൽ ലാമിന എന്ന് വിളിക്കുന്നത്. ഈ ലാമിനയിൽ എങ്ങനെയാണ് വെയിൻസും അതുപോലെ തന്നെ ചെറിയ വെയിൻലെറ്റ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ വീനേഷൻ എന്ന് വിളിക്കുന്നത്. വീനേഷൻ പ്രധാനമായിട്ടും 2 ടൈപ്പാണ്. ദേ ആർ റെട്ടിക്കുലേറ്റ് വീനേഷൻ ആൻഡ് പാരലൽ വീനേഷൻ. ഓക്കെ, അപ്പോൾ ഇലയുടെ പരന്ന ഭാഗമായ ലാമിന അല്ലെങ്കിൽ ലീഫ് ബ്ലേഡിൽ നമുക്കറിയാം ചെറുസിരകളും വലിയ സിരകളൊക്കെ കാണാം അല്ലേ. ഈ സിരകളും ചെറുസിരകളും അല്ലെങ്കിൽ വെയിൻസും വെയിൻലെറ്റ്സും ക്രമീകരിച്ചിരിക്കുന്ന രീതിയാണ് എന്ത് വീനേഷൻ. അതിൽ ഫസ്റ്റ് വന്നാണ് റെട്ടിക്കുലേറ്റീവ് വീനേഷൻ. റെട്ടിക്കുലേറ്റീവ് വീനേഷൻ എന്ന് പറഞ്ഞെങ്കിൽ വെയിൻസ് ഫോം എ നെറ്റ്വർക്ക്. ചില ഇലകൾ നമുക്ക് നോക്കുമ്പോൾ ഇലയുടെ വെയിൻസ് എല്ലാം ഒരു നെറ്റ്വർക്കായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. അത്തരം വീനേഷനാണ് റെട്ടിക്കുലേറ്റീവ് വീനേഷൻ. എക്സാമ്പിൾ ആണ് മാംഗോ. ഇനി സെക്കൻഡ് വൺ എന്താണ്? പാരലൽ വീനേഷൻ. പാരലൽ വീനേഷനിൽ വെയിൻസ് റൺ പാരലൽ ടു ഈച്ച് അതർ ആണ്. പാരലൽ വീനേഷൻ കാണിക്കുന്ന ഇലകളിൽ അവരുടെ വെയിൻസ് പരസ്പരം പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ട് പോകുന്നത് കാണാം. അത്തരം വീനേഷനാണ് പാരലൽ വീനേഷൻ. എക്സാമ്പിൾ ആണ് ഗ്രാസ്. ഓക്കെ, ചിത്രത്തിൽ നമുക്ക് ഇപ്പോൾ പറഞ്ഞ 2 ടൈപ്പ് വീനേഷനും കാണാം. ഫസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് എന്താണ്? പാരലൽ വീനേഷൻ ആണ്. പാരലൽ വീനേഷൻ. പാരലൽ വീനേഷനിൽ നമുക്ക് കാണാം അവരുടെ വെയിൻസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പാരലൽ ആയിട്ടാണ്. ഓക്കെ, പാരലൽ വീനേഷൻ കാണിക്കുന്നത് മോണോകോട്ട്സ് പ്ലാന്റ്സ് ആണ്. മോണോകോട്ടിലാണ് പാരലൽ വീനേഷൻ കാണുന്നത്. സെക്കൻഡ് പിക്ചർ എന്ന് പറയുന്നത് റെട്ടിക്കുലേറ്റീവ് വീനേഷൻ ആണ്. റെട്ടിക്കുലേറ്റീവ് വീനേഷനിൽ നമുക്ക് കാണാം അവരുടെ വെയിൻസും അതുപോലെ തന്നെ വെയിൻലെറ്റ്സും എല്ലാം എന്താണ് ഒരു നെറ്റ്വർക്ക് പോലെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനെ റെട്ടിക്കുലേറ്റീവ് വീനേഷൻ എന്ന് വിളിക്കുന്നു. റെട്ടിക്കുലേറ്റീവ് വീനേഷൻ കാണുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിലാണ്. ഓക്കെ, ഇനി ഇവരുടെ വെയിൻസിൽ ഈ നടുഭാഗത്തുള്ള വെയിൻ കുറച്ച് പ്രൊമിനൻ്റ് ആയിട്ടുള്ള വെയിനാണ് അല്ലേ. ആ ഒരു മിഡിൽ പ്രൊമിനൻ്റ് വെയിനെ നമ്മൾ മിഡ്രിബ് എന്നാണ് വിളിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ലീവ്സ് ആണ്. ലീവ്സിന് നമുക്ക് സിമ്പിൾ ലീവ്സ് എന്നും കോമ്പൗണ്ട് ലീവ്സ് എന്നും 2ആയിട്ട് തരംതിരിക്കാം. ഓക്കെ, അവരുടെ ലാമിനിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലീവ്സിനെ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ലീവ്സ് എന്ന് തരംതിരിക്കുന്നത്. എന്താണ് സിമ്പിൾ ലീവ്സ് എന്ന് നോക്കാം. ഇൻ സിമ്പിൾ ലീവ്സ് ദ ലാമിന ഈസ് അൺഡിവൈഡഡ് ഓർ ഈവൻ ഇഫ് ഇൻസിഷൻസ് ആർ പ്രസന്റ് ദേ ഡു നോട്ട് റീച്ച് ദി മിഡ്രിബ്. എന്താണ് പറഞ്ഞത്? സിമ്പിൾ ലീവ്സിൽ ലാമിന ഈസ് അൺഡിവൈഡഡ്. ഒന്നുകിൽ സിമ്പിൾ ലീവ്സിൽ ലാമിന അൺഡിവൈഡഡ് ആയിരിക്കും. ലാമിന അൺഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു ഇല വരച്ചു തരാം. ഇപ്പൊ ഇതിന്റെ ലാമിന, ഈ ഒരു പരന്ന ഭാഗമാണ് ലാമിന അല്ലേ. ഈ ഒരു ലാമിന ഇവിടെ ഞാൻ ഇൻസിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. ഓക്കെ, ലാമിന ഇങ്ങനെ വെട്ടുകളൊന്നും കൊടുക്കാത്ത, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇങ്ങനെ വെട്ടുകളൊന്നും കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഇൻസിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയുള്ളതിനാണ് നമ്മൾ ലാമിന ഈസ് അൺഡിവൈഡഡ് എന്ന് പറയണേ. അപ്പൊ ഇപ്പം വരച്ചത് എന്താണ്? ലാമിന അൺഡിവൈഡഡ് ആണ്, അല്ലെങ്കിൽ എൻറ്റയർ എന്നും പറയും കേട്ടോ. ലാമിന എൻറ്റയർ ഓർ അൺഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടുകളൊന്നും കാണുന്നില്ലാത്ത ലീഫാണ്. അപ്പൊ സിമ്പിൾ ലീവ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഇൻ സിമ്പിൾ ലീവ്സ് ദ ലാമിന ഈസ് അൺഡിവൈഡഡ്. സിമ്പിൾ ലീവ്സ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അവരുടെ ലാമിന ഇങ്ങനെ അൺഡിവൈഡഡ് ആയിരിക്കണം അല്ലെങ്കിൽ എൻറ്റയർ ആയിരിക്കണം, ഇപ്പോൾ വരച്ച പോലത്തെ. പിന്നെ ഓർ ഈവൻ ഇഫ് ഇൻസിഷൻസ് ആർ പ്രസന്റ് ദേ ഡു നോട്ട് റീച്ച് ദ മിഡ്രിബ് എന്ന് പറഞ്ഞാൽ എന്താ?
ഇനി ഇൻസിഷൻസ് ഉണ്ടായിരിക്കാം, പക്ഷെ അത് എവിടെ എത്തരുത്, മിഡ് റിബിൽ എത്തരുത്. അപ്പൊ അത്തരം ഒരു ലീഫും കൂടെ ഞാൻ വരയ്ക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ ഇൻസിഷൻസ് വരയ്ക്കുവാണ്. നിങ്ങൾ നോക്കിക്കേ, ഞാൻ വരച്ച ഇൻസിഷൻസ് മിഡ് റിബിൽ എത്തിയോ? ഏതാണ് മിഡ് റിബ്? ഇതാണല്ലേ മിഡ് റിബ്. ഇതാണ് മിഡ് റിബ്. ഈ നടുക്ക് വരച്ചിരിക്കുന്ന വെയിനാണ് മിഡ് റിബ്. ആ മിഡ് റിബിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ ഇൻസിഷൻസ്? ഇല്ലല്ലോ. ഇങ്ങനെയുള്ള ലീവ്സിനെയാണ് നമ്മൾ സിമ്പിൾ ലീവ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ സിമ്പിൾ ലീവ്സ് രണ്ട് തരത്തിലാകാം. ഒന്നെങ്കിൽ ഇൻസിഷൻസ് ഇല്ലാത്ത ലാമിന ഈസ് അൺഡിവൈഡഡ് അല്ലെങ്കിൽ ലാമിന എൻറ്റയർ എന്ന് പറയുന്ന ലീവ്സ് ആകാം. അല്ലെങ്കിൽ ഇൻസിഷൻസ് ഉണ്ടെങ്കിലും ഇതുപോലെ ഇൻസിഷൻസ് മിഡ് റിബിൽ എത്താത്ത തരം ലീവ്സും ആകാം. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് മാംഗോ ആൻഡ് ഗാവ. ഇപ്പൊ ഈ ചിത്രത്തിൽ കാണുന്ന രണ്ട് ടൈപ്പ് ലീവ്സും എന്താണ്? സിമ്പിൾ ലീവ്സ് ആണ്. ഫസ്റ്റ് ലീഫ് നോക്കൂ, അതിന്റെ ലാമിന എന്താണ്? എൻറ്റയർ ആണ് അല്ലേ? അവിടെ ഇൻസിഷൻസ് അല്ലെങ്കിൽ വെട്ടുകളൊന്നും ഇല്ലല്ലോ. ഇനി സെക്കൻഡ് ലീഫ് നോക്കിക്കേ, അവിടെ നമുക്ക് ഒരുപാട് ഇൻസിഷൻസ് ഇങ്ങനെ കാണാം, പക്ഷേ ആ ഇൻസിഷൻസ് എവിടെ എത്തിയിട്ടില്ല? നമ്മുടെ മിഡ് റിബിൽ എത്തിയിട്ടില്ല. ഇതാണ് മിഡ് റിബ്. ഓക്കെ, അതുകൊണ്ട് ഇത്തരം ഇലകളെ നമുക്ക് സിമ്പിൾ ഇലകൾ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ആണ് കോമ്പൗണ്ട് ലീവ്സ്. ഇൻ കോമ്പൗണ്ട് ലീവ്സ് ദ ലാമിന ഈസ് ഡിവൈഡഡ് ഇൻറ്റു മൾട്ടിപ്പിൾ ലീഫ്ലെറ്റ്. കോമ്പൗണ്ട് ലീഫ് എന്ന് പറഞ്ഞെങ്കിൽ അവരുടെ ലാമിനയെ ഒരുപാട് ലീഫ്ലെറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻസിഷൻസ് ഉണ്ടായിരിക്കുകയും അത് മിഡ് റിബിൽ ടച്ച് ചെയ്യുകയും ചെയ്യാത്തതാണ് എന്ത്? സിമ്പിൾ ലീവ്സ്. ഇനി ഞാനിവിടെ ഒരു ലീഫ് വരയ്ക്കാം. ഇതിന് ഇൻസിഷൻസ് ഇതുണ്ടോ, ഇങ്ങനെ മിഡ് റിബ് വരെ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കുക. ഇത്തരം ലീവ്സ് ആണ് കോമ്പൗണ്ട് ലീവ്സ്. ഇപ്പൊ നമുക്ക് എന്ത് പറയാം? ലീഫിന്റെ ലാമിന ഈസ് ഡിവൈഡഡ് ഇൻറ്റു മൾട്ടിപ്പിൾ ലീഫ്ലെറ്റ് എന്ന് പറയാം. ഇപ്പൊ നമ്മളിവിടെ ഇൻസിഷൻസ് വരയ്ക്കുകയും അത് നടുക്ക് നമ്മുടെ ഈ കാണുന്ന മിഡ് റിബ് വരെ ടച്ച് ചെയ്യുകയും ചെയ്തല്ലോ. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ ഇലകൾ കിട്ടിയ പോലെ തോന്നില്ലേ? ഈ കാണുന്നത് ഇതിനെയാണ് നമ്മൾ ലീഫ്ലെറ്റ് എന്ന് പറയണത്. ഓക്കെ, അപ്പൊ ലാമിന ഈസ് ഡിവൈഡഡ് ഇൻറ്റു മൾട്ടിപ്പിൾ ലീഫ്ലെറ്റ് ആണ് എന്ത്? കോമ്പൗണ്ട് ലീവ്സ്. ഈ കോമ്പൗണ്ട് ലീവ്സ് രണ്ട് തരത്തിലുണ്ട്. ദേ ആർ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആൻഡ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്. ഫസ്റ്റ് നമുക്ക് എന്താണ് ഒരു പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് നോക്കാം. ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് എലോങ് ആൻ ആക്സിസ്. എന്താ പറഞ്ഞേ? ലീഫ്ലെറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻസിഷൻസ് ഉണ്ടായിട്ട് മിഡ് റിബ് വരെ എത്തുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ലീഫ്ലെറ്റ് കിട്ടും അല്ലേ? ഈ ലീഫ്ലെറ്റ് എല്ലാം ഈ ഒരു കോമൺ ആക്സിസിന് ചുറ്റുമാണ് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ അത്തരം ഇലകളാണ് പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഓക്കെ, അപ്പം ഈ ഒരു ആക്സിസിനെ അല്ലെങ്കിൽ നടുക്കത്തെ ആ മിഡ് റിബിനെ നമുക്ക് റാച്ചിസ് എന്ന് വിളിക്കാം. അപ്പൊ റാച്ചിസിന് ചുറ്റുമാണ് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നെങ്കിൽ നമ്മൾ അതിനെ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ ആണ് നീം. ചിത്രത്തിൽ കാണുന്ന ഇലയൊക്കെ എന്താണ്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. നമ്മുടെ കറിവേപ്പില എന്താണ്? പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫാണ്. ഈ നടുക്ക് കാണുന്നത് അവരുടെ മിഡ് റിബ് ആണ്. പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫിൽ നമുക്ക് ആ മിഡ് റിബിനെ റാച്ചിസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ലീഫ്ലെറ്റ്സ് ആണ്. ഇത് മൊത്തത്തിലാണ് ഒരു ലീഫ്. ഈ ചെറുതെല്ലാം എന്താണ്? ലീഫ്ലെറ്റ്സ് ആണ്. നടുക്കുള്ള ആ മിഡ് റിബിനെ നമുക്ക് റാച്ചിസ് എന്ന് വിളിക്കാം. സോ റാച്ചിസിന് ചുറ്റും ലീഫ്ലെറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയെയാണ് നമ്മൾ പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ആണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ്. ഇൻ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ലീഫ്ലെറ്റ്സ് ആർ അറ്റാച്ച്ഡ് അറ്റ് എ കോമൺ പോയിന്റ്. എക്സാമ്പിൾ സിൽക്ക് കോട്ടൺ. നമ്മൾ നേരത്തെ പിന്നേറ്റ്ലി കണ്ടു, റാച്ചിസിന് ചുറ്റുമാണ് ലീഫ്ലെറ്റ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അല്ലാതെ ലീഫിന്റെ പീറ്റിയോൾ, ഇതിപ്പം ലീഫിന്റെ ഇലഞ്ഞെട്ട് അല്ലെങ്കിൽ പീറ്റിയോൾ ആണെന്ന് വിചാരിക്കുക. അതിന് മുകളിലായിട്ട് ഒരു കോമൺ പോയിന്റിലാണ് ലീഫ്ലെറ്റ്സ് എല്ലാം ഇരിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ പാമേറ്റ്ലി കോമ്പൗണ്ട് എന്ന് വിളിക്കും. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് സിൽക്ക് കോട്ടൺ. അതായത് നമ്മുടെ ഇത് പീറ്റിയോൾ ആണ്. ഈ ഒരു പീറ്റിയോളിന്റെ ടിപ്പിലായിട്ടാണ് ലീഫ്ലെറ്റ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു കോമൺ പോയിന്റിൽ നിന്നാണ് എല്ലാ ലീഫ്ലെറ്റ്സും അറ്റാച്ച് ചെയ്തിട്ടുള്ളതെങ്കിൽ
നമുക്കതിനെ പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫ് എന്ന് വിളിക്കാം. എക്സാമ്പിൾ ആണ് സിൽക്ക്, കോട്ടൺ. ഇതാണ് ഒരു പാമേറ്റ്ലി കോമ്പൗണ്ട് ലീഫിന്റെ ചിത്രം. ഈ വരച്ചിരിക്കുന്നത് എന്താണ്? അതിന്റെ പീറ്റിയോൾ ആണ്, ഇലഞ്ഞെട്ടാണ്. കണ്ടോ? അപ്പൊ ആക്ച്വലി ഇതൊരു സിംഗിൾ ലീഫ് ആയിരുന്നു. ഇതിനെ നമ്മൾ എന്താണ് പല പല ലീഫ്ലെറ്റ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് പാമേറ്റ്ലി എന്ന് വിളിക്കുന്നത്? ഇതൊരു പാമ്പ് പോലെയാണ് കാണുമ്പോൾ അല്ലേ? പാമ്പ് പോലെ കാണുന്നു. ഇതെന്താണ്? അവരുടെ പീറ്റിയോൾ ആണ്. സോ നമുക്ക് പറയാം പീറ്റിയോളിന്റെ ടിപ്പിലായിട്ടാണ് ലീഫ്ലെറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കോമൺ പോയിന്റിലാണ് ലീഫ്ലെറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ അത്തരം ലീവ്സ് ആണ് പാമേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ്. അപ്പം ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. തുടർന്നുള്ള വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്